നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേഷ് ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് പോകുന്നത് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേഷ് ഉണ്ട്. നമസ്കാരം ശ്രീ രാജേഷ്. നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പുഴയാൽ ചുറ്റപ്പെട്ട ഗ്രാമപഞ്ചായത്താണ് ചേരാനെല്ലൂർ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും വിവിധ ക്ഷേമ വികസന പ്രവർത്തനത്തിനും ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാർപ്പിടം. ഭവന പദ്ധതി എത്രത്തോളമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഭവന പദ്ധതി, ലൈഫ് ഭവന പദ്ധതി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, അങ്ങനെ 2 ഭവന പദ്ധതിയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതില് 94 വീടുകളാണ് നമ്മൾ കരാർ ഒപ്പിട്ടിട്ടുള്ളത്. അതില് 76ഓളം വീടിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പഞ്ചായത്തിന്റെ ഓരോ വാർഷിക പദ്ധതിയിലും നമ്മൾ 17 വീട് വർഷം തോറും നമ്മൾ റിപ്പയറിംഗ് ചെയ്ത് നൽകുന്നുണ്ട്, പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വെച്ചിട്ട്. ഒരു വർഷം 23-24 നമ്മൾ 34 വീട് കൊടുത്തിരുന്നു. അങ്ങനെ ഈ പദ്ധതികളിലെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഭവന പുനരുദ്ധാരണവും അതുപോലെ തന്നെ ഭവന നിർമ്മാണവും നമ്മൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ പഞ്ചായത്ത് വാങ്ങിയ ഒരു 11 സെന്റ് സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഭൂരഹിത ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് 6ഓളം SC വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മൾ ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി താക്കോൽദാന കർമ്മമാണ് നിർവഹിക്കാനുള്ളത്. അത് ഈ മാസം തന്നെ നടത്തുന്നതിനുള്ള പരിശ്രമമാണ് ഭരണസമിതി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വർഷം കാലവർഷം നേരത്തെയാണ് എത്തിയത്. മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗ്രാമപഞ്ചായത്തിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളുണ്ടോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത്? 2018 പ്രളയത്തോടുകൂടി തന്നെ ഈ മഴ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കാറുണ്ട്. ഈ വർഷവും നേരത്തെ മഴയെത്തി, എങ്കിലും അത് പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തുടക്കം കുറിച്ച് ഏതാണ്ട് പകുതി എത്തിയപ്പോഴാണ് മഴ വന്നത്. അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല. എങ്കിലും ചില സമയങ്ങളിൽ കുറുങ്കോട്ട ദ്വീപ് നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗമാണ്. ആ കുറുങ്കോട്ട ദ്വീപിലെല്ലാം ജസ്റ്റ് വെള്ളം കയറുന്ന ലെവലിലേക്ക് വന്നെങ്കിലും അത് പിന്നീട് അത് ഇറങ്ങിപ്പോയി. വേറെ ക്യാമ്പ് തുടങ്ങേണ്ട സാഹചര്യത്തിലേക്കൊന്നും നമ്മുടെ പഞ്ചായത്ത് ഈ വർഷം ഇതുവരെ എത്തിയിട്ടില്ല. തീർച്ചയായും വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്ക് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. വയോജനങ്ങൾക്ക് പകൽ വീട്, പോഷകാഹാര കിറ്റൊക്കെ വിതരണം ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്ത് ഏകോപിപ്പിച്ച് നടപ്പിലാക്കി വരുന്നത്? വയോജനങ്ങൾക്ക് 75 വയസ്സ് പിന്നിട്ട ഒരു വാർഡിൽ 20ഓളം വരുന്ന വയോജനങ്ങൾക്ക് ഒന്നിടവിട്ട മാസങ്ങളിൽ പഞ്ചായത്ത് പോഷകാഹാര കിറ്റ് നൽകി വരുന്നുണ്ട്. അത് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ പദ്ധതി വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നത്. അപ്പൊ അതിപ്പോഴും നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ പകൽ വീടിന്റെ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ചു. അത് അവിടെ ഇലക്ട്രിഫിക്കേഷൻ ജോലികൾ പൂർത്തീകരിച്ചു. അവിടുത്തെ ജീവനക്കാരെ നിശ്ചയിച്ചു. അവിടെ പകൽ വീട്ടിൽ പോകേണ്ട ആളുകളെ ലിസ്റ്റായി. ഇനി ഉടനെ തന്നെ അത് ആരംഭിക്കുന്നുണ്ട്. പിന്നെ ഭിന്നശേഷിക്കാർക്കാണെങ്കിലും നമുക്ക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, അതേപോലെ ഭിന്നശേഷിക്കാർക്ക് അസുഖം ബാധിച്ചവർക്ക് സ്നേഹക്കട്ടിൽ നൽകുന്ന പദ്ധതി, പിന്നെ വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്ന പദ്ധതി, അങ്ങനെ
വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരം യാത്ര സംഘടിപ്പിച്ചു, വൃന്ദാവനം വയോജന ക്ലബ്ബ്. ആ അംഗങ്ങൾ എല്ലാവരും കൂടി കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി തിരിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിൽ തിരിച്ചു വരുന്ന രീതിയിൽ അങ്ങനെ വയോജന ക്ഷേമം മുൻനിർത്തി അവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നുണ്ട്. പിന്നെ ഗുരുതരം രോഗം ബാധിച്ച വയോജനങ്ങളടക്കമുള്ള ആളുകൾക്ക് നമ്മൾ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരുന്ന് നൽകി വരുന്നുണ്ട്. കിഡ്നി, കരൾ സംബന്ധമായിട്ടുള്ള, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം ബാധിച്ച് വലിയ രീതിയിൽ മരുന്ന് വേണ്ടിവരുന്ന, ചെലവ് താങ്ങാൻ പറ്റാത്ത അത്തരം രോഗികൾക്ക് മരുന്ന് നൽകി വരുന്നുണ്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇത്രയൊക്കെയാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ വയോജനങ്ങൾക്കായിട്ട് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായിട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കേരളത്തിൽ ആദ്യമായി സൗജന്യ ഡയാലിസിസ് സെന്റർ തുടങ്ങിയ ഒരു പഞ്ചായത്ത് കൂടിയാണല്ലേ? അതെ 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 അതെ. കേരളത്തിൽ ആദ്യമായി സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചൊരു പഞ്ചായത്ത് ചേരാനല്ലൂരാണ്. 4 ഡയാലിസിസ് മെഷീനാണ് നമ്മളത് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിനോട് ചേർന്ന് ഉള്ള ഒരു കെട്ടിടത്തിലാണിത് നടപ്പിലാക്കി വരുന്നത്. പിന്നെ ശ്രീ ടി ജെ വിനോദ് MLA കൂടി സഹായത്തോടു കൂടി ശ്രീ സത്യസായി ട്രസ്റ്റിന്റെ കൂടി സഹകരണത്തോടെയാണ് ഈ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. തികച്ചും സൗജന്യമായിട്ടാണ് അവിടെ ഡയാലിസിസ് നടത്തി വരുന്നത്. ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും മെഡിക്കൽ കോളേജിലാണെങ്കിലും 200 രൂപ ഓരോ ഡയാലിസിസിനും ഒരു വ്യക്തിക്ക് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ 950ഓളം ഡയാലിസിസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. തികച്ചും സൗജന്യമായി 1 രൂപ പോലും വാങ്ങാതെയാണ് നമ്മൾ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ഒരു സൗകര്യം ജനങ്ങൾക്കായിട്ട് നൽകി വരുന്നത്. ഗ്രാമീണ റോഡുകൾ അതുപോലെ തന്നെ വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എത്രത്തോളമാണ് നവീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്? സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വഴിവിളക്കുകളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്? വഴിവിളക്കുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലം തുടങ്ങി തന്നെ വളരെയധികം ഓരോ ഭരണസമിതികളും വഴിവിളക്കുകൾക്ക് കാര്യമായിട്ടുള്ള ശ്രദ്ധ ഊന്നിക്കൊണ്ടുള്ള ഭരണസമിതികളായിരുന്നു. ഈ പുതിയ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നതിന് ശേഷം തന്നെയാണെങ്കിലും 75 ലക്ഷം രൂപയോളം തന്നെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ട്രീറ്റ് ലൈൻ എക്സ്റ്റൻഷൻ, അതുപോലെ തന്നെ പോസ്റ്റ് ഷിഫ്റ്റിംഗ്, അത് പുതിയ ലൈറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി, അതുപോലെ തന്നെ നിലവിലുള്ള ലൈറ്റുകൾ കേടായി പോയാൽ പലപ്പോഴും കരാർ ഏറ്റെടുക്കുന്ന ജോലിക്കാരെ കൃത്യസമയത്ത് ലഭിക്കാത്തത് മൂലം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മെമ്പർമാര് വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അതുകൊണ്ട് 2 സ്റ്റാഫിനെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് 2 സ്റ്റാഫിനെ നിയമിക്കുകയും അവര് എല്ലാ ദിവസവും തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പരിപാലന രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിച്ചു നൽകുകയാണ്. അപ്പോ 365 ദിവസവും, അത് ഞായറാഴ്ചകൾ വേണമെങ്കിൽ ആ ദിവസവും വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ 90% ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് ചേരാനല്ലൂര് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും രൂക്ഷമായ ഇരുട്ട് നിറഞ്ഞ പ്രദേശമായിരുന്ന കുട്ടി സാഹിബ് റോഡ്, അതുപോലെ തന്നെ വടുതല പാലം പ്രദേശമെല്ലാം സ്പോൺസർഷിപ്പിലൂടെ വഴിവിളക്കുകൾ, ആധുനിക രീതിയിലുള്ള വഴിവിളക്കുകൾ സ്ഥാപിച്ച് പ്രകാശപൂരിതമാക്കാനായിട്ട് കഴിഞ്ഞത് ഒരു വലിയ അഭിമാനമായി ഭരണസമിതി കാണുകയാണ്. റോഡുകളെ സംബന്ധിച്ചാണെങ്കിലും കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ കൊച്ചി നഗരത്തിലെ ഒരു വികസനമാണ് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചിട്ട് ശ്രീ ടി ജെ വിനോദ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും, അതുപോലെ തന്നെ ശ്രീ ഹൈബീഡൻ MP ഫണ്ടിൽ നിന്നും, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തിയും പഞ്ചായത്തിന്റെ സ്വന്തം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും നിരവധിയായിട്ടുള്ള 100 കണക്കിന് റോഡുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ഗ്രാമീണ റോഡുകൾ നമ്മുടെ പഞ്ചായത്തിൽ ഏതാണ്ട്
ഒരു 2 കോടി രൂപയുടെ ഗ്രാമീണ റോഡുകൾക്ക് ഭരണാനുമതിയായി. അതേപോലെ 6 കോടി രൂപയുടെ റോഡ് പദ്ധതിയും ഇപ്പോൾ ഭരണാനുമതിക്കായി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം 20 ലക്ഷം രൂപ ഓരോ വാർഡിലേക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 15 ലക്ഷം രൂപയും പ്ലാൻ ഫണ്ട് 5 ലക്ഷം രൂപയും ഉപയോഗിച്ച് 20 ലക്ഷം രൂപയാണ് ഓരോ വാർഡിലേക്കും നമ്മൾ റോഡ് നിർമ്മാണത്തിനായി നൽകിയിട്ടുള്ളത്. കേരള സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുക കഴിഞ്ഞ വർഷം നൽകിയ ഒരു പഞ്ചായത്താണ് തീർച്ചയായും ചേരാനല്ലൂർ. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. പുഴകളാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ 2 വാട്ടർ മെട്രോ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത്? ചിറ്റൂർ ഫെറിയിലും ചേരാനല്ലൂർ ഫെറിയിലും ആരംഭിച്ചിട്ടുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ ഭാവിയിൽ ടൂറിസത്തിന് വലിയ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും ലഭിക്കുന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. കടമക്കുടി ഭാഗത്തേക്കെല്ലാം ബോട്ട് സർവീസ് ആരംഭിച്ചാൽ വലിയൊരു ടൂറിസം ഹബ്ബായിട്ട് മാറാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് ആണെങ്കിലും എറണാകുളം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും നമ്മുടെ പഞ്ചായത്തിനോട് വളരെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആയതിനാൽ വരും കാലങ്ങളിൽ ടൂറിസത്തിന് നല്ല സാധ്യത കാണുന്ന ഒരു പ്രദേശമാണ് ചേരാനല്ലൂർ. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണോ? എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്? കാർഷിക രംഗത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്? ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരപ്രദേശമായതുകൊണ്ട് നെൽകൃഷി നമുക്ക് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടും പലരും അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പച്ചക്കറി കൃഷിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഏതാണ്ട് 1500ഓളം കുടുംബങ്ങൾക്ക് HDP പോട്ട് നമ്മൾ നൽകേണ്ടായി. ഒരു കുടുംബത്തിന് 15 പോട്ട് വീതം 800 രൂപ മാത്രം ഗുണഭോക്തൃ വിഹിതമായി അടച്ച് ഏതാണ്ട് 3000 രൂപ വരുന്ന വളം സഹിതം നമ്മൾ എല്ലാ വർഷവും പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ച് കൃഷിഭവൻ വഴി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ദിപ്പൂ കൃഷി നമ്മൾ സർവ്വസാധാരണമായിട്ട് പഞ്ചായത്തിൽ ഇപ്പോൾ പൂക്കൃഷി വ്യാപകമാക്കിയിട്ടുണ്ട്. ഈ വർഷവും 300 യൂണിറ്റ് തൈകളാണ്, ബന്ദിപ്പൂ തൈകളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇന്നിപ്പോ വാഴക്കണ്ണുകൾ 1 ലക്ഷം 1.5 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 5000-ഓളം വാഴക്കണ്ണുകൾ നമ്മൾ വിതരണം ചെയ്തു. പിന്നെ ആകെ നെൽകൃഷി ചെയ്യുന്നത് കുറുങ്കോട്ട എന്ന് പറയുന്ന ദ്വീപിലാണ്. അവിടെ ഇന്നലെ കൃഷി ഓഫീസറുടെയും വാർഡ് മെമ്പറുടെയും എല്ലാം നേതൃത്വത്തിൽ അവിടെ നെൽകൃഷി ഇന്നലെ വിത്ത് നമ്മൾ പാകിയിരുന്നു. അങ്ങനെ ഇഞ്ചി, മഞ്ഞളായാലും വാഴയായാലും പച്ചക്കറി ആയാലും ബന്ദിപ്പൂ ആയാലും പരമാവധി ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും കൃഷി അഗ്രികൾച്ചർ ഓഫീസർ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്ന് നടപ്പിലാക്കി. കാർഷിക മേഖലയിലും ആരോഗ്യരംഗത്തായാലും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെ, മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് KG രാജേഷ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ രാജേഷ്.